ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആട്ടോ. നല്ല വലിയ ചെമ്മീനാട്ടോ. നമുക്കിതൊന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു സബോള, ഒരു മീഡിയം സബോള എടുത്തിട്ട് നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു ചെറുത് തന്നെ കേട്ടോ. നമ്മളിത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതാട്ടോ. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ മീനിൻ്റെ മസാല പോലെ തന്നെ കേട്ടോ, നമ്മൾ മീനിലേക്ക് തേച്ച് വെക്കുന്ന പോലെ തന്നെ നമ്മൾ ചെമ്മീനിലേക്കും അരപ്പ് തേച്ച് വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ്, മുളക് പൊടി അത് കുറച്ചിടണുള്ളൂ കേട്ടോ. ഇത് എരിവുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ മസാല എല്ലാം നമുക്ക് ബൗളിലേക്ക് ഇട്ട് ചെമ്മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ മസാലയ്ക്ക് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത്, നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണില്ല ഇനി, അപ്പോൾ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ചെമ്മീനൊക്കെ അതിലിട്ട് നമ്മൾ ശരിക്കും മീനിൽ മസാല തേക്കുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചാൽ ഒന്നുകൂടി ചെമ്മീനിലേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം ഇറങ്ങി വരും കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെക്കുന്നുള്ളൂ. കുറച്ച് നേരം വെച്ചാൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും. പിന്നെ ചെമ്മീൻ നല്ല വേവാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് സിമ്മിലിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്കൊരു പാൻ വെച്ചിട്ട്, വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചിട്ടുള്ളത്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടാകുമ്പോൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇതിലേക്കാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ അരപ്പ് അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു സ്മെല്ലും കൂടി അതിന് കിട്ടും. അതിന് വേണ്ടി കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് പറയാം. ഓക്കെ, ബൈ.